ഒരു നഗരം, ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു നഗരം. രാജാക്കന്മാർ മാറി, സാമ്രാജ്യങ്ങൾ ഉയർന്നു വന്നു, യുദ്ധങ്ങൾ വന്നുപോയി. പക്ഷേ ആ നഗരം ഇന്നും അവിടെ തന്നെയുണ്ട്. എന്നാൽ 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ ഈ നഗരത്തെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു. ഇന്ന് ആ വാക്കുകൾ വീണ്ടും ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ദമസ്കസ് സ്ഥിതി ചെയ്യുന്ന സിറിയയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വീണ്ടും ശക്തമാകുകയാണ്. അടുത്തിടെ ഇസ്രയേൽ സിറിയൻ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി. ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്: ഇത് വെറും മറ്റൊരു മധ്യപൂർവ്വ യുദ്ധമോ, അതോ ഏകദേശം 3000 വർഷം പഴക്കമുള്ള ഒരു പ്രവചനത്തിന്റെ അടുത്ത അധ്യായം നമ്മുടെ കൺമുമ്പിൽ തുറക്കുകയാണോ? യെശയ്യാവ് പ്രവാചകൻ ദമസ്കസിനെ കുറിച്ച് വളരെ വ്യക്തമായൊരു പ്രവചനം രേഖപ്പെടുത്തി. യെശയ്യാവ് 17-ാം അധ്യായം 1-ാം വാക്യം ദമസ്കസിനെ കുറിച്ചുള്ള പ്രവചനം: ദമസ്കസ് ഇനി പട്ടണമായിരിക്കാതെ ശൂന്യ കൂമ്പാരമായി തീരും. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഇതൊരു ചെറിയ ഗ്രാമത്തെക്കുറിച്ചല്ല, ദമസ്കസിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് സിറിയയുടെ തലസ്ഥാനമായി നിലകൊള്ളുന്ന അതേ ദമസ്കസ്. അതുകൊണ്ട് തന്നെയാണ് ഈ വചനം ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു പ്രധാന ചോദ്യം ചോദിക്കണം: ഈ പ്രവചനം ഇതിനകം പൂർണ്ണമായി സംഭവിച്ചോ, അതോ ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ? ദമസ്കസ് ഒരു പുതിയ നഗരമല്ല. പുരാതന കാലം മുതൽ തന്നെ അത് വലിയ പ്രാധാന്യമുള്ള നഗരമായിരുന്നു. അത് അരാമിന്റെ കേന്ദ്രമായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിലും ദമസ്കസ് പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നു. ഇസ്രായേലും അരാമിനും ഇടയിൽ യുദ്ധങ്ങൾ നടന്നു. രാജാക്കന്മാർ ഏറ്റുമുട്ടി, രാഷ്ട്രീയ സഖ്യങ്ങൾ മാറി, അധികാരം മാറി. പക്ഷേ ദമസ്കസ് തുടർന്നു. അതിനാൽ യെശയ്യാവിന്റെ വാക്കുകൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം: ഒരു കാലഘട്ടത്തിലെ യുദ്ധം മാത്രം നോക്കി പ്രവചനത്തിന്റെ മുഴുവൻ അർത്ഥവും തീരുമാനിക്കാൻ കഴിയില്ല. കാരണം ബൈബിളിലെ പ്രവചനങ്ങൾ പലപ്പോഴും ചരിത്രത്തിലെ സംഭവങ്ങളെയും ഭാവിയിലെ പ്രതീക്ഷകളെയും കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലാണ് വായിക്കപ്പെടുന്നത്. പക്ഷേ യെശയ്യാവ് മാത്രമല്ല, മറ്റൊരു പ്രവാചകനായ യിരെമ്യാവ് ദമസ്കസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. യിരെമ്യാവിന്റെ 49:24 പറയുന്നു: ദമസ്കസ് ക്ഷീണിച്ചു, ഓടിപ്പോകുവാൻ തിരിയുന്നു, നടുക്കം അതിനെ പിടിച്ചിരിക്കുന്നു, നോവ് കിട്ടിയ സ്ത്രീക്കെന്ന പോലെ അതിന് അതിവ്യസനവും വേദനയും പിടിപെട്ടിരിക്കുന്നു. അടുത്ത വാക്യങ്ങളിൽ യോദ്ധാക്കൾ വീഴുന്നതിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറയുന്നു. പിന്നെ 27-ാം വാക്യത്തിൽ പറയുന്നു: ഞാൻ ദമസ്കസിന്റെ മതിലുകൾക്ക് തീ വയ്ക്കും, അത് ബെൻ ഹദദിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഇപ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക: ദമസ്കസ്, ഭയം, തീ. യെശയ്യാവ് പറയുന്നു ദമസ്കസ് ശൂന്യമായി തീരും. യിരെമ്യാവ് പറയുന്നു ദമസ്കസ് ഭയന്ന് ഓടും. പിന്നെ മതിലുകളിൽ തീ. ഇത് വെറും ഒരു പ്രവചനം മാത്രമല്ല, ദമസ്കസിനെ കുറിച്ച് ആവർത്തിച്ചു വരുന്ന മുന്നറിയിപ്പാണ്. ഇവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധേയമാകുന്നത്. ആമോസ് 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ ദമസ്കസിന്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദമസ്കസിന്റെ 3-4 അതിക്രമ നിമിത്തം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചിരിക്കാൽ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ ഹസായേൽ ഗൃഹത്തിൽ ഒരു തീ അയക്കും, അത് ബെൻ ഹദദിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. 5-ാം വാക്യത്തിൽ പറയുന്നു: ഞാൻ ദമസ്കസിന്റെ വാതിൽ തകർക്കും. വീണ്ടും അതേ ചിത്രം: തീ, കോട്ടകൾ, ദമസ്കസിന്റെ വാതിൽ, ന്യായവിധി. ഇവിടെ ചിലർ പറയും, ഇതൊക്കെ പഴയ കാലത്ത് സംഭവിച്ച കാര്യങ്ങളല്ലേ? അതെ, അതൊരു ന്യായമായ ചോദ്യം തന്നെയാണ്. പുരാതന കാലത്ത് ദമസ്കസിനെതിരെ യുദ്ധങ്ങളും ആക്രമണങ്ങളും നടന്നിട്ടുണ്ട്. അതിനാൽ ഈ വചനങ്ങളെടുത്ത് ഇതാണ് അവസാനത്തെ കാലത്ത് സംഭവിക്കാൻ പോകുന്ന സംഭവം എന്ന് ഉറപ്പിച്ച് പറയുന്നതും ശരിയല്ല. പക്ഷേ മറുവശത്ത് യെശയ്യാവ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക: ദമസ്കസ് ഇനി പട്ടണമായിരിക്കാതെ. ഒന്നും കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കണം. ദമസ്കസ് ഇനി പട്ടണമായിരിക്കാതെ. ഇന്ന് ദമസ്കസ് ഒരു നഗരമാണ്, ഒരു രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അതുകൊണ്ട് ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ ചോദിക്കുന്നത്: യെശയ്യാവിന്റെ ഈ വാക്കുകൾക്ക് പൂർണ്ണമായ മറ്റൊരു നിറവേറ്റൽ ഇനിയും ഉണ്ടാകുമോ? ഇതാണ് യഥാർത്ഥ ചോദ്യം. ഇപ്പോൾ നമ്മുടെ കാലത്തേക്ക് വരാം. ഇന്നത്തെ സിറിയയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വളരെ സംഘർഷാപരിതമാണ്. 2026 ഓഗസ്റ്റിൽ സിറിയൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഓഗസ്റ്റ് 18 തെക്ക് പടിഞ്ഞാറൻ സിറിയയിൽ അബു അൽ ദുഹൂർ വ്യോമത്താവളത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അത് പിന്നാലെ തെക്കൻ സിറിയയിലും മറ്റൊരു ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിലും ശ്രദ്ധേയമായത്, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ ഇപ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥയിൽ ചർച്ചകൾ നടക്കുന്നു എന്നതാണ്. അത് കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: സാഹചര്യം ശാന്തമല്ല. പക്ഷേ ഇതിനെ നേരിട്ട് യെശയ്യാവിന്റെ പ്രവചനം ഇപ്പോൾ പൂർത്തിയാകുന്നു എന്ന് പറയാൻ നമുക്ക് തെളിവില്ല. കാരണം അതൊരു വ്യാഖ്യാനമാണ്, വാർത്തയല്ല. എന്നാൽ നാളെ എന്തു സംഭവിക്കും? ഇസ്രായേലും സിറിയയും തമ്മിൽ വീണ്ടും വലിയ യുദ്ധമുണ്ടാകുമോ? ദമസ്കസ് വലിയ ആക്രമണത്തിന്റെ കേന്ദ്രമാകുമോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചർച്ചകൾ വഴി സംഘർഷം കുറയുമോ? ആർക്കും ഉറപ്പായി പറയാൻ കഴിയില്ല. പക്ഷേ ബൈബിൾ ഒരു മുന്നറിയിപ്പ് നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ദമസ്കസിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇന്നും വായിക്കുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നു: ആ പ്രവചനത്തിന്റെ അവസാന ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞോ, അതോ ഇനിയും കാണാനുള്ളത് ബാക്കിയുണ്ടോ? യെശയ്യാവ് 17-ാം അധ്യായം ശ്രദ്ധിച്ചു വായിച്ചാൽ മറ്റൊരു വിചിത്രമായ കാര്യം കാണാം. പ്രവചനം ദമസ്കസിനെ മാത്രം കുറ്റപ്പെടുത്തി പറയുന്നില്ല. അവിടെ എഫ്രൈമിനെയും ഇസ്രായേലിനെയും കുറിച്ചുള്ള പരാമർശങ്ങളും വരുന്നു. 3-ാം വാക്യത്തിൽ
ദമസ്കസിൽ നിന്നും രാജാധികാരം നീങ്ങും, ആരാമിന്റെ ശേഷിപ്പും. അതിനുശേഷം 4-ാം വാക്യത്തിൽ യാക്കോബിന്റെ മഹത്വം ക്ഷയിക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. 5-ാം വാക്യം കൊയ്ത്തിന്റെ ഒരു ഭയാനകമായ ചിത്രമാണ് നൽകുന്നത്. അതായത് ദമസ്കസിന്റെ ന്യായവിധി മാത്രമല്ല, അതോടൊപ്പം ഇസ്രായേലിന് മുന്നറിയിപ്പുണ്ട്. ഇതാണ് ഈ പ്രവചനത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത്. എന്തുകൊണ്ടാണ് ദമസ്കസ് ഇത്രയും പ്രധാനപ്പെട്ടതായത്? കാരണം ബൈബിളിൽ ദമസ്കസ് ഒരു നഗരത്തിന്റെ പേര് മാത്രമല്ല, അത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായിരുന്നു. ആരാം, ഇസ്രായേലിന്റെ വടക്കൻ അയൽവാസി. പല യുദ്ധങ്ങൾ, പല രാജാക്കന്മാർ, പല സംഘർഷങ്ങൾ. അതുകൊണ്ട് ദമസ്കസിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ മനസ്സിലാക്കാൻ ചരിത്രവും ബൈബിളും ഒരുമിച്ച് വായിക്കണം. ഒരു ദിവസം വാർത്തകളിൽ നമ്മൾ കാണുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ദമസ്കസ് ആക്രമിക്കപ്പെട്ടു. അടുത്ത ദിവസം സിറിയയും ഇസ്രായേലും തമ്മിൽ യുദ്ധം. പിന്നെ ദമസ്കസിൽ വലിയ നാശം. അപ്പോൾ നമ്മൾ യെശയ്യാവ് 17-ാം അധ്യായം തുറക്കും. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ വീണ്ടും വായിക്കും. ദമസ്കസ് ഇനി പട്ടണമായിരിക്കാതെ ശൂന്യ കൂമ്പാരമായി തീരും. അപ്പോൾ ചോദ്യം മാറും, ഇത് പ്രവചനമാണോ എന്നതിൽ നിന്നും ഇത് തന്നെയാണ് പ്രവചനം എന്നതിലേക്ക്. പക്ഷെ ആ ദിവസം വരുമോ നമുക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയൂ. യേശു നമ്മോട് പറഞ്ഞത് ലോകത്തിലെ ഓരോ യുദ്ധത്തിന്റെ തീയതി കണ്ടെത്താനല്ല, ജാഗരൂകരായിരിക്കാനാണ്. യുദ്ധങ്ങളുടെ വാർത്തകളും ഉണ്ടാകുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധവാർത്ത കണ്ട ഉടൻ അവസാന കാലം തുടങ്ങി എന്ന് വിളിച്ചു പറയുന്നത് ബൈബിൾ പഠനമല്ല. പകരം അന്വേഷിക്കേണ്ടത് ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് എന്നാണ്. യെശയ്യാവ് 17-ാം അധ്യായം, യിരെമ്യാവിന്റെ 49-ാം അധ്യായം, ആമോസ് 1-ാം അധ്യായം. 3 പ്രവാചകന്മാർ, ദമസ്കസ്, ന്യായവിധി, തീ, ഭയം, നാശം. ഇവയെല്ലാം ഒരുമിച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ദൈവത്തിന്റെ പ്രവചനങ്ങളെ നിസ്സാരമായി കാണാൻ കഴിയില്ല. അതേസമയം നമ്മുടെ സ്വന്തം വ്യാഖ്യാനത്തെ ദൈവവചനത്തിന് മുകളിൽ വെക്കാനും കഴിയില്ല. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ദമസ്കസിനെ കുറിച്ചുള്ളൊരു വാർത്ത കാണുമ്പോൾ വെറും വാർത്തയായി മാത്രം കാണരുത്. ബൈബിൾ തുറക്കൂ, യെശയ്യാവ് 17-ാം അധ്യായം വായിക്കൂ, യിരെമ്യാവ് 49-ാം അധ്യായം വായിക്കൂ, ആമോസ് 1-ാം അധ്യായം വായിക്കൂ. പിന്നെ സ്വയം ചോദിക്കൂ, ഈ പ്രവചനത്തിന്റെ കഥ ഇവിടെ അവസാനിച്ചോ, അതോ ഇനിയും ഒരു അധ്യായം എഴുതപ്പെടാനുണ്ടോ? ഇന്നത്തെ വാർത്തകൾ നമ്മോട് പറയുന്നത് ഇസ്രായേലും സിറിയയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ബൈബിൾ നമ്മോട് പറയുന്നത് അതിലും വലുതാണ്. ചരിത്രം മനുഷ്യരുടെ കൈകളിലാണ് നടക്കുന്നതെന്ന് നമുക്ക് തോന്നിയാലും അവസാന വാക്ക് ദൈവത്തിൻ്റെതാണ്. ദമസ്കസ് നിലനിൽക്കുമോ? വീണ്ടും യുദ്ധം വരുമോ? യെശയ്യാവിന്റെ പ്രവചനം ഇനിയും പൂർണ്ണമാകാനുണ്ടോ? നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രവചനങ്ങൾ നിറവേറുന്ന ദിവസം മാത്രം നോക്കിയിരിക്കാതെ ഇന്ന് തന്നെ ദൈവത്തോട് ശരിയായ ബന്ധത്തിൽ നിൽക്കുക. കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷെ ദൈവത്തിന്റെ വചനം നമുക്കറിയാം. അതാണ് നമ്മുടെ പ്രതീക്ഷ, അതാണ് നമ്മുടെ മുന്നറിയിപ്പ്, അതാണ് ദമസ്കസിന്റെ രഹസ്യത്തിനപ്പുറം ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ സന്ദേശം. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ചോദിക്കുന്നു. ഇനിയും പുതിയൊരു വിഷയമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ സുരക്ഷിതരായിരിക്കുക, ബോധമുള്ളവരായിരിക്കുക, സത്യത്തെ തേടിക്കൊണ്ടിരിക്കുക. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കുമാറാകട്ടെ.